നമസ്കാരം. സൗഭാഗ്യ ഫാമിലി അസോസിയേഷന്റെ വാർത്താ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ഭാരതത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനം സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ, സെക്രട്ടറി ശ്രീ രമേശ് എന്നിവർ സന്നിഹിതരായിരുന്നു. വാർത്തകൾ ജനുവരി 26-ാം തീയതി വൈകുന്നേരം സൗഭാഗ്യ ഫാമിലി അസോസിയേഷന്റെ വാർഷിക പരിപാടികൾ സമുചിതമായി ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും 2024 നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. കൂട്ടായ പ്രവർത്തനത്തിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റും കൂട്ടായ പ്രവർത്തനം. പക്ഷേ വർഷത്തിലേക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വരാൻ പാടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. കോവിഡുള്ള സമയത്ത് 2 വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. അത് എല്ലാവർക്കും ആർക്കും എവിടെയും പോകാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു അല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. നേരത്തെ തുടങ്ങി വെച്ച നമ്മുടെ PF മാത്യൂസ് അവർകളാണ്. നിങ്ങൾക്ക് ഈ പേരുണ്ടെങ്കിലും ചിലപ്പോൾ ആൾ കണ്ടു കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പലരും PF മാത്യൂസ് പത്രങ്ങളിലൊക്കെ വളരെ വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. PF മാത്യൂസ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 ചെറുകഥാ സമാഹാരത്തിനുള്ള അവാർഡ് കിട്ടിയെന്നൊക്കെ പേപ്പറിൽ കാണാം. അതിനു മുമ്പ് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. 2024 എന്ന് പറയുന്നത് നമ്മുടെ 25ാമത്തെ വാർഷിക വർഷമാണ്. ഈ കൊല്ലം ഡിസംബർ 31 ആകുമ്പോഴും 25 വർഷം നമ്മൾ തികയുന്നു. അതുകൊണ്ട് തന്നെ ഈ 25ാം വാർഷികത്തിന് നമുക്കൊരു പ്രാധാന്യമുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന് നമ്മുടെ അസോസിയേഷൻ്റെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഈ വാർഷികത്തോടു കൂടി തന്നെ നടത്താമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2023-24 സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും സൗഭാഗ്യയുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞ മഹത് വ്യക്തികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി ശ്രീ രമേശ് കുമാർ പ്രമേയം അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞവർ അവരെ ഒരു നിമിഷം ഓർക്കാൻ വേണ്ടി ശ്രീ അബിൻകാന്ത് എ ജോസ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു അത്യാഹിതത്തിലൂടെ നമ്മളെ വിട്ടുപിരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ സത്യമൂർത്തി, ശ്രീ രത്നമ്മ സാനുമാഷ് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ സാറിൻ്റെ ഭാര്യ മാതാവാണ്. പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന ശ്രീമതി പ്രമീള ചേച്ചി ഈ 18/11 നമ്മളെ വേർപെട്ടു. പിന്നെ നമ്മുടെ സൗഭാഗ്യനഗർ റോഡിലെ റബ്ബർ ഗാർഡൻ റോഡിലെ സുരേഷ് കുമാർ CGയുടെ പിതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ നായർ, അതുപോലെ ഹരിതാനഗർ സെക്കൻഡ് ക്രോസ് റോഡിലെ ശ്രീ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അച്ഛൻ ശ്രീ പരമേശ്വരക്കുറുപ്പ്. ഇത്രയും പേരാണ് നമ്മളുടെ കുടുംബാംഗങ്ങൾ വേർപിരിഞ്ഞത്. കൂടാതെ കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപിരിഞ്ഞ കലാ കായിക രംഗത്തെ എല്ലാ പ്രതിഭകളെയും
അതുപോലെ തന്നെ സാഹിത്യ ലോകത്തെയും എല്ലാ പ്രതിഭകളെയും, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാവൽ നിന്ന് ജീവൻ തിരിച്ച ജവാന്മാർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അവരോടുള്ള ആദരാഞ്ജലി അർപ്പിക്കും. മുഖ്യാതിഥി ശ്രീ PF മാത്യൂസ്, മുൻ പ്രസിഡന്റ് ശ്രീ കൃഷ്ണമൂർത്തി, കളമശ്ശേരി നഗരസഭാ കൗൺസിലർ ശ്രീ പ്രമോദ് തൃക്കാക്കര എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം 2022 ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സൗഭാഗ്യ കുടുംബാംഗമായ ശ്രീ PF മാത്യൂസിന് സൗഭാഗ്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണമൂർത്തി സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് സാഹിത്യരചനയിൽ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ശ്രീ PF മാത്യൂസിനെ ആദരിക്കാൻ തക്ക യോഗ്യത തനിക്കില്ലെന്ന് വിനയാന്വിതനായി ഡോക്ടർ കൃഷ്ണമൂർത്തി അഭിപ്രായപ്പെട്ടു. കൃഷ്ണൻ സാറ് പറഞ്ഞു, ശ്രീ PF മാത്യൂസിനെ ആദരിക്കാൻ ഉചിതമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചതെന്ന്. പക്ഷേ എനിക്കിപ്പോഴും സംശയം, ഞാനതിന് അർഹനാണോ? വളരെ സംശയമുണ്ട്. ഒന്ന്, എൻ്റെ മേഖലയല്ല സാഹിത്യം. രണ്ട്, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള വലിയൊരു വ്യക്തിത്വത്തെ ആദരിക്കുക എന്നുള്ളത് അതുപോലെ വലിയൊരു വ്യക്തിത്വം തന്നെ ആകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ PF മാത്യൂസിനെ ആദരിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ടും തുടർന്നും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും കളമശ്ശേരി 27-ാം വാർഡ് കൗൺസിലർ ശ്രീ പ്രമോദ് തൃക്കാക്കര ആശംസിച്ചു. തുടക്കത്തിൽ ഏതാണ്ട് 50ഓളം കുടുംബങ്ങൾ മാത്രമായിട്ട് ഒരു കമ്മിറ്റിയോ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നുമില്ലാതെ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് വളർന്നു പന്തലിച്ച് ഏതാണ്ട് 150-ന് മുകളിലുള്ള കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു വലിയ അസോസിയേഷനായിട്ട് മാറുമ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഏതാണ്ട് 25-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അസോസിയേഷൻ മറ്റുള്ളവരുടെ എന്ത് കാര്യമാണെങ്കിലും, ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വന്നിട്ട് നമ്മുടെ ഈ അസോസിയേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു പാവപ്പെട്ട കുടുംബത്തിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ അറിയിക്കുകയും വളരെ നല്ല രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം തന്നെ ഈ അസോസിയേഷൻ്റെ സെക്രട്ടറി ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിലും കൂടി കൂടിയിട്ടാണ് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങി ആ കുടുംബത്തിനെ നമുക്ക് സഹായിക്കാൻ സാധിച്ചു. ആ സഹായം കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ആ രോഗിക്ക്, ഞാൻ പേര് പറയുന്നില്ല, അവർക്ക് ഒട്ടും നടക്കാൻ പറ്റാതെ ആംബുലൻസിലാണ് നമ്മളന്ന് ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് പരസഹായമില്ലാതെ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. അതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, മാത്യു സാർ പറഞ്ഞ പോലെ ഒരു കുടുംബമാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഈ കുടുംബത്തിലൊരു അംഗത്തെ ഇതുപോലെ വിളിച്ച് ആദരിക്കേണ്ട കാര്യമുണ്ടോ? ആദരിച്ച സാറ് പറഞ്ഞു, മൂർത്തി സാറ് പറഞ്ഞു, ഞാനിതിന് അർഹനാണോ? പക്ഷേ ഈ കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ തന്നെ അന്നത്തെ നമ്മുടെ മുതിർന്ന, നമുക്കറിയാം, നമ്മളെ വിട്ടുപിരിഞ്ഞ മാത്യു സാറ്, രവിചേട്ടൻ, അന്നെടുത്തൊരു തീരുമാനമാണ്, നമ്മൾ ഈ അസോസിയേഷൻ നിന്നും പുറത്തുനിന്നുള്ള ആരെയും വിളിച്ചോ അങ്ങനെ ആ ഒരു പരിപാടി നമുക്ക് നടത്തണ്ട. നമ്മുടെ കുടുംബത്തിലെ അർഹതപ്പെട്ടവരെ ആദരിക്കുകയും അർഹതപ്പെട്ടവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ തീരുമാനമെടുത്ത് ഈ കമ്മിറ്റി മുന്നോട്ട് പോയിരിക്കുന്നത്. താൻ കേവലം ഒരു എഴുത്തുകാരനാണെന്നും ഡോക്ടർ കൃഷ്ണമൂർത്തി സാറിനെ പോലെ ഗണിതശാസ്ത്രത്തിൽ UGC എമിറേറ്റസ് ആയ ഒരു ശാസ്ത്രകാരനിൽ നിന്ന് ഈ ഉപഹാരം സ്വീകരിക്കാൻ സാധിച്ചത് ഒരു പുണ്യമായി കരുതുന്നുവെന്നും മറുപടി പ്രസംഗത്തിൽ ശ്രീ PF മാത്യൂസ് വിനയപുരസരം അഭിപ്രായപ്പെട്ടു. സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള സ്വീകരണം, അംഗീകാരം, ബഹുമതി
എന്നിവ താൻ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയം, മതം, വർഗം, ജാതി, ഉപജാതി ഇതൊന്നുമില്ലാതെ ഒരൊറ്റ കുടുംബമായി എല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. കാരണം ഇന്ന് അത്രയ്ക്ക് ശത്രുതയും ശൈഥില്യവും നിറഞ്ഞ ഒരു കാലഘട്ടമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളൊരു കുടുംബമായി ഒറ്റക്കെട്ടായി ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അത് വളരെ സുന്ദരമായൊരു കാഴ്ചയാണെന്ന് മാത്രമല്ല, സാമൂഹ്യമായി വളരെ പ്രസക്തവുമാണ്. ഭാവിയിലുള്ള വിശ്വാസം കൂടുകയുമാണ് ചെയ്യുന്നത്. ഈ ഐക്യത്തോടുള്ള കൂട്ടായ്മ എക്കാലത്തും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഒരു വീട്ടിലെ അംഗമായിട്ട് പോലും ഇത്രയും ഗംഭീരമായ വാക്കുകൾ കൊണ്ടും ഒരു ഉപഹാരം കൊണ്ടും എന്നെ ആദരിക്കുവാൻ തോന്നിയ നിങ്ങളുടെയെല്ലാം സന്മനസ്സിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ടും വാക്കുകൾ ചുരുക്കി. അസോസിയേഷന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കാര്യപരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രജത സൗഭാഗ്യ 2024 ശ്രീ PF മാത്യൂസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ശ്രീ KT രാജൻ യോഗത്തിന് കൃതജ്ഞത അർപ്പിച്ചു. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ PF മാത്യു സാറിനെയും ഈ വേദിയിലേക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ മുൻ പ്രസിഡന്റ് ശ്രീ കൃഷ്ണമൂർത്തി സാർ, മുൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ കൃഷ്ണൻ സാർ, അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം കലാപരിപാടികളുടെ വിശേഷങ്ങളിലേക്ക്. നാട്ടിലെ കാലാവസ്ഥയ്ക്ക് സാധാരണ പെയിന്റുകൾ പോരാ, വോൾമാക്സ് വെതർ ഗാർഡ് എക്സ്റ്റീരിയർ എമൽഷൻ തന്നെ വേണം. Doc and Meds. We provide you the services of doctors like general physician, pediatrician, gynecologist, ortho, etc. 24-hour pharmacy and doctor-led laboratory. Home and video consultation are available. Doorstep physiotherapy and free home delivery of medicines. Doc and Meds Medical Clinic, Kusat Metro Station, Kalamassery. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. മടങ്ങിയെത്താം വാർത്തകളിലേക്ക്. വാർഷികാഘോഷങ്ങളുടെ തുടക്കമായി രംഗപൂജയ്ക്ക് ശേഷം സൗഭാഗ്യ ഫാമിലി അസോസിയേഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട 2000-ൽ അരങ്ങേറിയ ചില സംഭവങ്ങളും തുടർന്നുണ്ടായ സൗഭാഗ്യയുടെ പ്രവർത്തന കാലഘട്ടത്തെ ഉദ്യോതിപ്പിക്കുന്നതുമായ സ്കിറ്റ് വാർഷികാഘോഷ പരിപാടികളുടെ ഇടയിൽ ഉൾപ്പെടുത്തിയത് കാണികൾക്ക് കൗതുകമായി. ഗതകാല സ്മരണകളിൽ അവർ സംപൂജ്യരായി. ശരവണ സഹജാതി ദേവോ ഗജമുഖോ സഹസ്ര കോടി കിരണ പൂരിത വദനം ഗണേശം. ചേട്ടാ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? സാറേ, പിള്ളേർക്ക് ചെലവ് ചെയ്താ പോരെ? അത് പോരെ രവിച്ചേട്ടാ. എന്തായാലും 2000 ആണ്ട് തുടങ്ങിയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2000 ദീപം ഒന്ന് തെളിയിച്ചാലോ? അത് കൊള്ളാച്ചായ. എടാ രാജ, നമുക്കതൊന്ന് അടിച്ചു പൊളിച്ചാലോ? ദീപം തെളിയിച്ചാ പോരല്ലോ, ഭക്ഷണം വല്ലതും വേണ്ടേ പിള്ളേർക്ക്? എടാ രാജ, നമ്മുടെ പറമ്പിൽ കപ്പയുണ്ട്, ഞാൻ കുറച്ച് കോഴിയെ മേടിക്കാം, നിങ്ങൾ അത് തയ്യാറാക്കി തുടങ്ങിക്കോ. എന്തു പറയുന്നു? എല്ലാവരും ഒരുമിച്ച് വേണേ. പിന്നെ ഒരു കാര്യം മക്കളെ, കപ്പ പറിക്കാൻ പോകുമ്പോ സൂക്ഷിക്കണം. സിജി, ജിജീഷ്, ബാവൂട്ടൻ എല്ലാരും വല്ല പാമ്പൊക്കെ ഉണ്ടാവും നോക്കണം കേട്ടോ.
എന്ത് റെഫറി പറയണ നിങ്ങള്? എന്താ പ്രശ്നം? എന്താ പ്രമോദേ പറയൂ. ജിജീഷ എന്താ പ്രശ്നം? ഇത് നോക്കേ, ഈ സ്പൂണിൽ ഈ നാരങ്ങ ഒട്ടിച്ചു വെച്ചിട്ടാണ് രാജപ്പൻ 1ാം സമ്മാനം മേടിച്ചേണേ. ഇത് കൊടുക്കാൻ പറ്റില്ല, ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചേക്കാണ്. ഇത് നടക്കൂല. എന്തായാലും ആ പരിപാടി ഗംഭീരമായിരുന്നു. സ്പോർട്സ് ഒക്കെ അടിപൊളിയായിരുന്നു. രമേശിന് പ്രൈസ് കിട്ടാത്തതില്ല എന്റെ തക്കണം. രാജപ്പന് പ്രൈസ് കൊടുത്തല്ല, അത് മതി. പിന്നെ അല്ല, അതെ, എങ്ങനെ കൊടുക്കാൻ പറ്റൂടാ? ഷോർട്ട് പുട്ട് എല്ലാവരും എറിയുമ്പോ മുമ്പിലേക്കാണ് എറിയേണ്ടത്. ഇത് എറിഞ്ഞത് പുറകോട്ട് ആരുടെ പേര് വീഴാത്ത ഭാഗ്യം. ശ്രീമതി അമ്മിണി അലോഷ്യസിന്റെ നേതൃത്വത്തിൽ സൗഭാഗ്യയിലെ ചുറുചുറുക്കുള്ള സൗന്ദര്യധാമങ്ങൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് കാണികളെ ഹഠാത് ആകർഷിച്ചു. നൃത്ത ചുവടുകൾക്കൊപ്പിച്ച് സൗഭാഗ്യ നഗർ ഇളകി മറിഞ്ഞു. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീയൻ മധുമതി മലമീ മധുഗണ മുതിരും രതിലയ സുഖമായ അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ. ശാലീനത നിറഞ്ഞ സൗഭാഗ്യയുടെ മനോഹരികളായ മലയാളി മംഗമാർ ചിട്ടയാർന്ന ചുവടുകളും ദ്രുതതാളവും കോർത്തിണക്കിയ നയനമനോഹരമായ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. ശ്രീമദനന്ദപുരത്തിൽ വാഴും സ്വാമി ശ്രീ പത്മനാഭന്റെ പാദപത്മം നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാട്ടിക്കളിച്ചിടണം. സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. ഇണങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വഴങ്ങി കുമ്മിയടിച്ചിടണം. സൗഭാഗ്യ നഗറിനെ തുടക്കകാലങ്ങൾ മുതൽ തന്നെ തങ്ങളുടെ ഇമ്പമാർന്ന ഗാനങ്ങൾ കൊണ്ട് കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യയുടെ അനുഗ്രഹീതരായ ഗായികമാർ അവതരിപ്പിച്ച കർണാനന്ദകരമായ ഗാനമേളയായിരുന്നു ഈ വർഷത്തെ പ്രധാന ആകർഷണം. संकेत मिलन का भूल न जाना मेरा प्यार न विसराना जब दीप जले आना തിരയാടും തീരമെന്നും സ്വാഗതമോദിടും തിരയാടും തീരമെന്നും സ്വാഗതമോദിടും കവിത പോൽ തുളുമ്പുമേ മന്ദസ്മിതത്തിന അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിന കടൽ തിര പാടി നമുക്കേറ്റു പാടാം.
शर्मा के देखे जिधर घर से निकलते ही कुछ दूर चलते ही हृदय सरोवर मागे പൊന്നരയന്നങ്ങൾ നീന്തി നീരവതീരം നീളെ തളിരാലവട്ടങ്ങൾ വീശി മുന്നാലെ പിറന്നേനേ അമ്മ ഇന്ദ്രടയ്ക്കാതെ ഉയിരില്ലയേ അമ്മാവി വണങ്ങാതെ ഉയർവില്ലേ നേരിൽ നിன்றേ നിന്നോല കണ്ണീല ഉന്മാദമുണർത്തും കുളിരിലോ കൂട്ടിലോ എന്റെ കരളിലെ കാട്ടിലോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിലോ കൂട്ടിലോ. കേരളത്തിലെ മുസ്ലിം വിവാഹങ്ങളിലെ അവിഭാജ്യ ഘടകമായ ഒപ്പന നയന മനോഹരവും പുതുമയോടും കൂടി അവതരിപ്പിച്ച് സൗഭാഗ്യയുടെ കുഞ്ഞു കൺമണികൾ അരങ്ങ് തകർത്തു. കുഞ്ഞു മണവാട്ടിയുടെ നാണവും കൂട്ടുകാരികളുടെ കളിയാക്കലും നല്ല ഇശലായി. ആധുനിക യുവസമൂഹത്തെ ഇപ്പോൾ ബാല്യത്തെ കൂടി കാർന്നു തിന്നുന്ന സാമൂഹ്യ വിപത്തായ മയക്കുമരുന്നിന്റെ ദുരുപയോഗവും അതുണ്ടാക്കുന്ന സാമൂഹ്യ ആരോഗ്യ വ്യക്തിഗത പ്രശ്നങ്ങളും അതിഭംഗിയായി ഒട്ടും പ്രാധാന്യം ചോർന്നു പോകാതെ സൗഭാഗ്യയിലെ കൊച്ചുകൂട്ടുകാർ ഒരു മൂകാഭിനയത്തിലൂടെ വേദിയിൽ അവതരിപ്പിച്ചത് വളരെയധികം ശ്രദ്ധേയമായി. കേരളപ്പിറവി ദിനത്തെ സമാദരിക്കുന്നതിനായി സൗഭാഗ്യയിലെ കുരുന്നുകളുടെ കേരനിരകളാടും എന്ന ഗാനത്തിന്റെ ക്ലിഷ്ടമായ ചിട്ടയോടുകൂടിയ നൃത്തച്ചുവടുകളോടൊപ്പം കാണികളും പങ്കുചേർന്നു. സൗഭാഗ്യ അസോസിയേഷനിലെ ഏറ്റവും വലിയ കുടുംബാംഗമായ ലെവൂക്ക കോൺവെന്റിന്റെ വാർഷികാഘോഷ പരിപാടികളെ സ്വാംശീകരിച്ച് സൗഭാഗ്യയിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തം കാണികളുടെ ഗതകാല സ്മരണകളെ ഉണർത്തി. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്താ ബുള്ളറ്റിൻ തുടരും. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി.
Doc and Meds. We provide you the services of doctors like general physician, pediatrician, gynecologist, ortho, etc. 24-hour pharmacy and doctor-led laboratory. Home and video consultation are available. Doorstep physiotherapy and free home delivery of medicines. Doc and Meds Medical Clinic, Kusat Metro Station, Kalamassery. നാട്ടിലെ കാലാവസ്ഥയ്ക്ക് സാധാരണ പെയിന്റുകൾ പോരാ. വോൾമാക്സ് വെതർ ഗാർഡ് എക്സ്റ്റീരിയർ എമൽഷൻ തന്നെ വേണം. മടങ്ങിയെത്താം വാർത്തകളിലേക്ക്. കേരള ചലച്ചിത്ര ബസ്സിൽ മിന്നിത്തിളങ്ങിയ കലാഭവൻ മണി പാടിയ നാടൻ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് സൗഭാഗ്യയുടെ മണിമുത്തായ രഹേഷിന്റെ ചടുലമായ നൃത്തച്ചുവടുകളോടൊപ്പം കാണികളും ആനന്ദ നൃത്തമാടി. ലോക മാതൃദിനത്തെ ആദരിച്ചുകൊണ്ട് പുതുതലമുറയിലെ കുടുംബിനികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികൾ സന്ദർഭോചിതമായി. ഉത്തരേന്ത്യയുടെ തനതായ നൃത്തരൂപം കഥക് അവതരിപ്പിച്ചുകൊണ്ട് സൗഭാഗ്യയുടെ യുവസുന്ദരികൾ കാണികളുടെ മനസ്സിന് കുളിർമയേകി. സൗഭാഗ്യയിൽ വർഷം തോറും നടത്തിവരുന്ന ക്രിസ്മസ് കരോളിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഗാന വാദ്യ ഘോഷ അകമ്പടികളോടും ആകാശ വിസ്മയ കാഴ്ചകളോടും കൂടി ആഘോഷത്തിൽ സൗഭാഗ്യയിലെ എല്ലാ കുടുംബാംഗങ്ങളും പങ്കുചേരുകയും നൃത്തച്ചുവടുകളോടുകൂടി ആഘോഷിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ വർഷത്തെ കലാപരിപാടികൾക്ക് തിരശ്ശീല വീണു. എല്ലാ കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു രജത സൗഭാഗ്യ 2024. തുടർന്ന് സൗഭാഗ്യ കുടുംബാംഗങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം സൗഭാഗ്യ കുടുംബാംഗമായ ശ്രീ ജലാലും സംഘവും തയ്യാറാക്കിയിരുന്നു. ഭക്ഷണത്തോടൊപ്പം വിശേഷങ്ങളും പങ്കുവച്ച് സൗഭാഗ്യ കുടുംബാംഗങ്ങൾ ഏകദേശം 11 മണിയോടെ പിരിഞ്ഞു. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്.
ഇതിൽ അവതരിപ്പിച്ച എല്ലാവർക്കും, വീഡിയോ എടുത്ത് ഞങ്ങളെ സഹായിച്ച ചേട്ടന്മാർക്കും, ഫോട്ടോ എടുത്ത് സഹായിച്ച ചേട്ടനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. കൂപ്പണിന്റെ സമ്മാനമുണ്ട്. Critical condition. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം നമ്മുടെ ചീഫ് റിപ്പോർട്ടർമാരായ അരുണയിലേക്കും ജിജീഷിലേക്കും. Doc and Meds. We provide you the services of doctors like general physician, pediatrician, gynecologist, ortho, etc. 24-hour pharmacy and doctor-led laboratory. Home and video consultation are available. Doorstep physiotherapy and free home delivery of medicines. Doc and Meds Medical Clinic, Kusat Metro Station, Kalamassery. നാട്ടിലെ കാലാവസ്ഥയ്ക്ക് സാധാരണ പെയിന്റുകൾ പോരാ. വോൾമാക്സ് വെതർ ഗാർഡ് എക്സ്റ്റീരിയർ എമൽഷൻ തന്നെ വേണം. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. തിരിച്ചു വരാം വാർത്തകളിലേക്ക്. നമ്മുടെ ചീഫ് റിപ്പോർട്ടർമാരായ അരുണയും ജിജീഷും ഇപ്പോൾ സൗഭാഗ്യ നഗറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് ചെല്ലാം. അരുണ, ഇപ്പോൾ എവിടെയാണുള്ളത്? അനൂപ്, കേൾക്കുന്നുണ്ടോ? കേൾക്കാം അരുണ, പറഞ്ഞോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൗഭാഗ്യയുടെ വനിതാരത്നം അമ്മണി ആൻറ്റിയുടെ വീട്ടിലാണ്. നമസ്കാരം അമ്മണി ആൻറ്റി. നമ്മുടെ അസോസിയേഷൻ്റെ പ്രോഗ്രാമൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞല്ലോ. അപ്പോൾ എന്താണ് അമ്മണി ആൻറ്റിയുടെ അഭിപ്രായം പ്രോഗ്രാമിനെ കുറിച്ച്? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മളുടെ തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവം ഒന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നൂലേ ഒരു ഒഴിവ്. അതായത് എല്ലാം കഴിഞ്ഞ് പൂരപ്പറമ്പിങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന പോലെ തോന്നൂലേ, അതുപോലെയാണിപ്പോൾ തോന്നണത്. അത്രയ്ക്ക് ത്രില്ലടിച്ചൊരു പരിപാടിയായിരുന്നു. കാരണം 6-ാം തീയതി പരിപാടി നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കാതിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് ഡിമ്മായി. എങ്കിലും പിള്ളേർ വീണ്ടും എനർജറ്റിക് ആവുകയായിരുന്നു. അവർ ഒന്നുകൂടി അതിലേക്ക് വരികയായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് പിന്നെ സമയം കിട്ടുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭംഗിയാക്കണമെന്നുള്ളത്. അപ്പോൾ തിരുവാതിരക്കാരും ഡാൻസുകാരും എല്ലാവരും പാതിരയ്ക്കാണ് അവർ വർക്ക് ചെയ്യണതെല്ലാം 8:30-9 മണി അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനൊപ്പം ഒരു ഗൈഡായിട്ട്, എല്ലാത്തിനും ഗൈഡായിട്ട് നമ്മുടെ ശ്രീജ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു കൂട്ടായ്മ എല്ലാവരും കൂടി എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടായ്മയിലായിരുന്നു അത്. അവിടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നന്നായിട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും എല്ലാവരും. ആരും എതിര് പറയാനില്ല. അത് ആദ്യം കേട്ടതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് നമ്മളോട് പറയാം, ഇങ്ങനെ വന്നാൽ അങ്ങനെ വരും എന്നുള്ളത് പിന്നെയാണ് അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കണത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോഗ്രാം വളരെ അടിപൊളിയായി. കാരണം അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് തോന്നിച്ച്. എങ്ങനെയാണ് അമ്മണി ആൻറ്റിക്ക് ഇത്രയും എനർജിയോടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ പറ്റണത്? അതായത് തൃക്കാക്കര നമ്മളുടെ അസോസിയേഷൻ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം, ഞങ്ങൾ 2000-ൽ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലോൺലിനെസ് ആയിരുന്നു. അങ്ങനെയല്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ പക്ഷേ ഒരുപാട് നല്ല നെയ്ബേഴ്സ്, ഒരുപാട് ആൾക്കാർ. അതിനു വേണ്ടി നമ്മൾ അന്ന് തുടങ്ങിയ ഒരു അസോസിയേഷനാണ്. 2000-ലാണ് ഞങ്ങളിവിടെ എത്തണത്. അപ്പോൾ അന്ന് ആ സമയത്ത് ഒരു അസോസിയേഷൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം കുറച്ച് വർഷങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാടല്ല, ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് നമ്മളതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഡീപ്പിലി അതിലേക്ക് ഇൻവോൾവ് ആയി. പിന്നെ ഓരോ കാര്യങ്ങളും എല്ലാവരും അറിയാം. നമ്മുടെ എനർജി കിട്ടുന്ന അതിൽ നിന്നാണ്. നമുക്കെല്ലാവരും അറിയാം. പിന്നെ മിക്കവരെയും ഒരുപാട് എല്ലാവരും അറിയാമെന്നല്ല, എന്നാലും ഒരുമാതിരി എല്ലാവരും നമുക്കറിയാം. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും
അവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഡിസ്കഷനും ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളെങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും ബിന്ദു, പിന്നെ ശ്രീജ, പാർവതി, രഞ്ജിനി, അങ്ങനെ കുറേ പേര്, അതിൻ്റെ ഒപ്പം മറ്റുള്ളവരുടെ സഹായങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ പരിപാടി വളരെ നന്നാക്കാൻ കഴിഞ്ഞു എന്ന് വേണം എനിക്ക് പറയാൻ. 2000 സൗഭാഗ്യ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് അമ്മണി ആൻറ്റി പറഞ്ഞല്ലോ. അപ്പം അത് തുടങ്ങി ഇപ്പോൾ ഈ 2024 വരെ ഉള്ള ഒരു അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് 2000 വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഉള്ളൂ, ഒരുപാടില്ല. രാജനുണ്ട്, പിന്നെ അച്ചായനുണ്ട്, അങ്ങനെ കുറേ പേര് മാത്രമായിട്ട് ബാലൻചേട്ടനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഇതേപോലെയൊക്കെ തന്നെ ആക്റ്റീവ് ആയിരുന്നു, ഇതിലൊന്നും കുറവൊന്നുമില്ല. എല്ലാവരും ആ ഒരു അന്നത്തെ ഒരു ഗ്രാമീണതയോടുകൂടി, അല്ലാതെ അന്ന് ഇതേപോലെയല്ല, ഒരു ഗ്രാമീണത, അതനുസരിച്ചുള്ള പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ആയിട്ട് ആ ഭക്ഷണം നമ്മളന്ന് ഉണ്ടാക്കുമായിരുന്നു. അല്ലാതെ നമ്മൾ ഇതേപോലെ ഓർഡർ ചെയ്യുക ഒന്നും ആയിരുന്നില്ല. ഓരോരുത്തരുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കും. അച്ചായനുണ്ടാവും, പിന്നെ നമ്മുടെ കൃഷ്ണമൂർത്തി സാറ്, അങ്ങനെ കുറേ പേര്, അവരൊക്കെ അതിനു വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരാണ്. അതായത് ഒരു കാര്യം ഉണ്ടാവുക, ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഭക്ഷണം വെച്ചോ, അപ്പോൾ അവിടെ കുറേ പേര് കൂടി, പിന്നെ ടീച്ചർ സീതാദേവി ടീച്ചർ, അതൊക്കെ അവരൊക്കെ ഭയങ്കര എനർജറ്റിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ കാര്യത്തിലും പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ കുറേ പേര്. അതിന് ശേഷമാണ് ഞങ്ങളൊക്കെ വരുന്നത്. ഞങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തന്നെ. എന്നാലും പിന്നീട് നിന്ന് നമ്മൾ ഒരേ പ്രോഗ്രാംസ് ചെയ്തു വരുമ്പോൾ കുറേ കൂടിയൊക്കെ അത് ഇമ്പ്രൂവായിട്ട് വന്നുകൊണ്ടിരിക്കണ്. നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായി ഓരോ കാര്യങ്ങളും. അന്ന് തൊട്ടേ നമ്മളതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ മാറിയിട്ടില്ല. ആ 2003-2004 എന്തോണം അതിലേക്ക് കയറണത്. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല. എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഒരു കമ്മിറ്റി മെമ്പറായിട്ടെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും വളരെ മോഡേണാണ്. അപ്പോൾ അവരുടേതായ പരിപാടികളും അതിൻ്റേതായിട്ടുള്ള, പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മേക്കപ്പൊന്നും ഉണ്ടാവില്ല, ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൂട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കാശ് ചിലവാക്കി അതിൻ്റേതായ മേക്കപ്പ് ഐറ്റംസും കോസ്റ്റ്യൂംസും ഒക്കെ എടുത്തിട്ടാണ് ഇന്ന് കാര്യങ്ങൾ അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതിന് വേണ്ടി അസോസിയേഷൻ എന്തെങ്കിലും മുടക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവരെല്ലാം ചെയ്യുകയാണ്. അത്രയ്ക്ക് അവർ ഇൻട്രസ്റ്റാണ് ചെയ്യാനായിട്ട്, അവർ ത്രിൽഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായെങ്കിലും അവരങ്ങ് ത്രിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും. സാന്ധ്യയുടെ എല്ലാം കൊച്ചുകുട്ടികൾ, പിന്നെ രഞ്ജിനി കുഞ്ഞുകുട്ടികൾ, എന്തെല്ലാം ഭംഗിയുള്ള പരിപാടികൾ അവരെല്ലാം അവതരിപ്പിച്ച കുട്ടികളെല്ലാം എന്തൊരു എനർജറ്റിക്കാണ്. കാരണം അവർക്കത് ഇഷ്ടമാണ്. ആ വെളിച്ചവും മറ്റുള്ളവരുടെ നടപ്പും മറ്റുള്ളവരുടെ ഓട്ടവും ഇതെല്ലാം കാണുമ്പോൾ പിള്ളേർക്ക് അങ്ങ് ത്രില്ലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. താങ്ക് യു അമ്മണി ആൻറ്റി. സൗഭാഗ്യയിലെ പറ്റാവുന്ന അത്രയും കുടുംബാംഗങ്ങളുടെ അടുത്ത് ഇപ്പോൾ തന്നെ പോകും എന്ന് അരുണ അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് ജിജീഷിലേക്ക് ഒന്ന് പോയി നോക്കാം. ജിജീഷ് കേൾക്കുന്നുണ്ടോ? ജിജീഷ് കേൾക്കാമോ? ക്ഷമിക്കണം, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ജിജീഷിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ജിജീഷിലേക്ക് നമുക്ക് ഉടൻ മടങ്ങിയെത്താം. ഇപ്പോൾ വീഡിയോ കോളിൽ സൗഭാഗ്യ കുടുംബാംഗമായ ശ്രീമതി ശ്രീദേവി മധു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീദേവി ചേച്ചി കേൾക്കാമോ? സൗഭാഗ്യ വാർഷിക പരിപാടികൾ ഗംഭീരമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തുടക്കത്തിലുള്ള പറഞ്ഞോളൂ, കേൾക്കാം. തുടക്കത്തിലുള്ള സൗഭാഗ്യ കുടുംബാംഗം എന്ന നിലയിൽ ഞാനൊന്ന് പറയട്ടെ. അന്നത്തെ നമ്മുടെ പ്രോഗ്രാം വളരെ നന്നായി. ആ സ്ക്രിപ്റ്റ് വളരെ ഭംഗിയായി നമ്മുടെ പഴയകാല പ്രവർത്തകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണല്ലോ ആ സ്ക്രിപ്റ്റ്. അതായത് രവിച്ചേട്ടൻ, അച്ചായൻ, ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷം തോന്നി അത് കണ്ടപ്പോൾ.
പിന്നെ നമ്മുടെ 25-ാം വാർഷികത്തിൻ്റെ പ്രോഗ്രാമെല്ലാം വളരെ ഭംഗിയായി അതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിച്ചവർക്കും പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും വളരെ നന്ദി. ആരെങ്കിലും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ടോ? ഒരുപാട് പേര് എടുത്തു പറയേണ്ടി വരും പേര്. അതായത് പ്രമോദ് തിരക്കുള്ളൊരു വ്യക്തിയായി എന്നിട്ട് പോലും നമ്മുടെ കൂടെ വന്നവൻ എല്ലാ ഇതും ചെയ്തു. അതുപോലെ നമ്മുടെ അനൂപ്, രഹേഷ്, രമേഷ്, ജിജേഷ്, ഇനിയുണ്ട് കേട്ടോ, ശ്രീജ, പാർവതി, രഞ്ജിനി, ഇനിയുണ്ട് ഒത്തിരി പേര്, ബിന്ദു, ഇവരെല്ലാം നല്ല ഭംഗിയായി നമ്മുടെ കൂടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കൈകാര്യം ചെയ്തു. എല്ലാവർക്കും പ്രത്യേകം ഒരു നന്ദി. വളരെയധികം നന്ദി ശ്രീദേവി ചേച്ചി. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം അടുത്ത കുടുംബാംഗത്തിലേക്ക്. നാട്ടിലെ കാലാവസ്ഥയ്ക്ക് സാധാരണ പെയിന്റുകൾ പോരാ, വോൾമാക്സ് വെതർ ഗാർഡ് എക്സ്റ്റീരിയർ എമൽഷൻ തന്നെ വേണം. Doc and Meds. We provide you the services of doctors like general physician, pediatrician, gynecologist, ortho, etc. 24-hour pharmacy and doctor-led laboratory. Home and video consultation are available. Doorstep physiotherapy and free home delivery of medicines. Doc and Meds Medical Clinic, Kusat Metro Station, Kalamasheri. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അരുണ അടുത്ത സൗഭാഗ്യ കുടുംബത്തിന്റെ അടുത്ത് എത്തി എന്ന് കരുതുന്നു. നമുക്ക് നോക്കാം. അരുണ, ഇപ്പോൾ എവിടെയാണുള്ളത്? നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സൗഭാഗ്യയുടെ മുൻ ട്രഷററായ ആയിരുന്ന മാധവൻ നമ്പൂതിരിയുടെ വീട്ടിലാണ്. സർ നമസ്കാരം. സർ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പ്രോഗ്രാമൊക്കെ കണ്ടായിരുന്നോ? പിന്നെ തുടക്കം മുതൽ തീരുന്നിടം വരെയുള്ള സമയം അതിനകത്ത് ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മീറ്റിങ്ങും അത് കഴിഞ്ഞുള്ള പ്രോഗ്രാമും എല്ലാം വളരെയധികം നല്ല പ്രോഗ്രാമായിരുന്നു ഇപ്രാവശ്യം. അതായത് ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അതിൻ്റെ ഒരു ആൾക്കാരെല്ലാം ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അതായത് പല ടീമുകളും ഒരു 3-4 വർഷം മുമ്പ് ഇപ്പോൾ ഇവിടെ ലേഡീസിൻ്റെയൊക്കെ പ്രോഗ്രാമൊക്കെ ആണല്ലോ അത് തുടങ്ങിയതൊക്കെ ഇപ്പോൾ അവരതിൻ്റെയൊക്കെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അവർ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഒരു പ്രോഗ്രാം പോലും അതിനകത്തൊരു മോശം എന്ന് പറയാൻ ഉള്ളതില്ല എന്നാൽ ഒരു കാര്യം കൂടി അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെഗുലറായിട്ട് ഒരു ഇതിനകത്തൊന്നും പ്രാക്ടീസിനൊന്നും പോകാത്ത തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ അത്ര ഇതായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പല സ്കൂളുകളിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കുന്നത് ഫെസ്റ്റുകൾക്കൊക്കെ. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഇതുമില്ലാതെ ഫ്രീ ആയിട്ട് കയറി ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഇരിക്കുന്ന ആൾക്കാരും അതിനെ നല്ലോണം എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഇവരെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഇപ്പം ബിന്ദു ചേച്ചിയും രഞ്ജിനിയൊക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ലൊരു സപ്പോർട്ട്. അതായത് ആസ് എ പേരൻസ് നമ്മളതിനകത്തൊന്നും അറിയുന്നില്ല, അവരാണ് ആ പെയിനെല്ലാം എടുത്ത് ചെയ്യുന്നത്. അതും വളരെ നല്ല ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഓവറോൾ നമ്മുടെ ഈ ഒരു 25 വർഷത്തെ കൂട്ടായ്മ പറ്റിയുള്ള ആ ഒരു തീമിൽ ചെയ്ത പരിപാടിയുടെ ആ ഒരു സീക്വൻസും വളരെ നല്ലതായിരുന്നു. അത് നല്ല ഒരു എൻഗേജിങ് ആയിട്ട് തോന്നി. അത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു സർ. വളരെയധികം നന്ദി അരുണ. ഇപ്പോൾ സൗഭാഗ്യ കുടുംബാംഗം രഞ്ജിനി ചേച്ചി നമ്മോടൊപ്പം വീഡിയോ കോളിൽ ചേരുകയാണ്. രഞ്ജിനി ചേച്ചി, സൗഭാഗ്യയിലെ ഒരുപാട് കുരുന്നുകളെ സ്വന്തം വീട്ടിൽ പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ടല്ലോ, ആ എക്സ്പീരിയൻസ് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ? കുട്ടികൾ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു ഉത്സവം കഴിഞ്ഞ ഒരു പ്രതിവിധിയാണ്. ഡെയിലി പ്രാക്ടീസിന് വരിക, ഒരു ബഹളമായിരിക്കും ഞങ്ങളെ വീട്ടിൽ. അടുത്ത വീട്ടിലായാലും അപ്പുറം ഇപ്പുറം എല്ലാവരും നോക്കും ഇവരുടെ വീട്ടിൽ എന്താണ് ഇത്രയും ബഹളമെന്ന്. നല്ല രസമായിരിക്കും. കുഴപ്പമില്ലാതെ അവർ ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് നന്നായിട്ട് എല്ലാം ചെയ്തിട്ട് പോകും. ഡാൻസ് പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും ഗേൾസാണ് കൂടുതലും പ്രാക്ടീസൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ബോയ്സ് കൂടുതലും കളിക്കത്തേ ഉള്ളൂ കൂടുതലും. കുസൃതികളായ കുഞ്ഞുങ്ങളെല്ലാം കൃത്യമായി പ്രാക്ടീസിന് വരാറുണ്ടോ? കുട്ടികൾ പ്രാക്ടീസിന് കുഴപ്പമില്ല. പെൺകുട്ടികൾ 5-6 പേരൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അവർ കറക്റ്റ് ടൈമിന് എല്ലാ ദിവസവും വരും, എല്ലാം ചെയ്യാറുണ്ട്. എന്നാലും കുറേ ആനുവൽ ഡേയ്സും അതും ഇതൊക്കെ ആയിട്ട് കുറേ മിസ്സായിട്ടുണ്ട്. എന്നാലും ഓക്കെയാണ്. അവർ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും.
ബോയ്സ് വന്ന് കളിക്കുക, ഇതാണ് അവരുടെ പരിപാടി. അല്ലാതെ വലിയൊരു പ്രാക്ടീസിൽ അങ്ങനെയൊന്നും നിൽക്കാറില്ല. പിന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു ചോക്ലേറ്റ് കൊടുത്താൽ സമാധാനം. പിന്നെ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്തു അവർ. അവരുടെ ഡാൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അവർ തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു അവരൊക്കെ. ഇതിനെല്ലാം ആവശ്യമായ സപ്പോർട്ട് കമ്മിറ്റിയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ ലഭിച്ചിരുന്നോ? എൻ്റെ കണ്ണിൽ എന്നെ കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒപ്പനയിലുള്ള 6 കുട്ടികളാണ് ഫസ്റ്റ്. അവർ വന്ന് യൂട്യൂബിൽ നോക്കിയാണ് ആ ഡാൻസൊക്കെ പഠിച്ചത്. ഓക്കെ, അവരെല്ലാം നന്നായിട്ട് പഠിച്ചെടുത്തവർ. അത് കഴിഞ്ഞിട്ട് പ്രമോദ് ചേട്ടനായാലും ഞങ്ങളിങ്ങനൊരു പ്ലാനാണ് ഞങ്ങൾ തീമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പ്രമോദ് ചേട്ടനാണ് ഇങ്ങനെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടത്. അങ്ങനെയെല്ലാം. പിന്നെ രമേശ് ചേട്ടൻ, രഗേഷ്, പിന്നെ എന്നെ സോങ് സെലക്ഷനും കാര്യത്തിനൊക്കെ എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഹരിത, ഐഷു, ഏമി, ഷീബ, ശാലിനി, പാർവതി എന്ന് പറയുമ്പം ലാസ്റ്റ് ടൈം എൻ്റെ കുട്ടികൾ 2 പേര് പനിയായിട്ട് 2 പേര് വന്നില്ല ഒപ്പന ഡാൻസിന്. എന്നിട്ട് ആ ടൈമിൽ മീനാക്ഷിനെ വേഗം ഇട്ടിട്ട് എന്നെ വലുതായിട്ട് ഹെൽപ്പ് ചെയ്തതാണ്. പിന്നെ ശ്രീജ, ബിൻ ചേച്ചി, അമ്മിണി ചേച്ചി, ഇവരൊക്കെ നല്ല പ്രൊമോട്ടേഴ്സായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരെല്ലാം നല്ലൊരു ഇതായിരുന്നു. തീർച്ചയായും ഇത്രയും സപ്പോർട്ടീവായ ഒരു ടീമിനെ കിട്ടുമ്പോൾ തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കും. രഞ്ജിനി ചേച്ചി തിരക്കിലാണെന്നറിയാം. അവസാന ചോദ്യം, സൗഭാഗ്യയിലെ മറ്റ് അമ്മമാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വർഷത്തെ പ്രോഗ്രാം കണ്ടല്ലോ, ഇതിനെക്കാട്ടി ബെറ്റർ ഞങ്ങൾക്ക് ആക്കാൻ പറ്റും. എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, എല്ലാവരും ഒരുമിച്ച് വന്നാൽ, നിങ്ങളുടേതായിട്ടുള്ള പ്ലാനിങ്സ് ഒക്കെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റും ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ. അതിന് എല്ലാ പേരൻസും സഹകരിക്കണം, എല്ലാം നന്നായിട്ട് ചെയ്യണം. വളരെയധികം നന്ദി രഞ്ജിനി ചേച്ചി. നമുക്ക് വീണ്ടും അരുണയിലേക്ക് മടങ്ങിയെത്താം. അരുണ ഇപ്പോൾ എവിടെയാണ്? അനൂപ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൗൺസിലർ ശ്രീ പ്രമോദ് തൃക്കാക്കരയുടെ ഓഫീസിലാണ്. നമ്മുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം സർ. നമ്മുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നു? അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇതിലാണ് നമ്മൾ ആ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഒരു കൂട്ടായ്മ അങ്ങനെ ആരംഭിച്ചൊരു അസോസിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അസോസിയേഷനെ ഞാനും അതിലൊരു കുടുംബാംഗമായതുകൊണ്ട് നല്ലൊരു പ്രവർത്തനമാണ്, ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണല്ലോ നമ്മൾ മറ്റെല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സൗഭാഗ്യ മാത്രമാണ് സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു കുടുംബമാണ്, കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്നിരുന്നാലും ഇത്രയും വർഷമായി നമ്മൾ 25-ാം വർഷത്തിലേക്ക് കിടക്കുമ്പോഴും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് അസോസിയേഷൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികളുടെ മുഖ്യ സൂത്രധാരൻ പ്രമോദേട്ടനാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പം അതിലേക്കുള്ള എന്താണ് ചേട്ടൻ്റെ? തീർച്ചയായിട്ടും അത് ഒരിക്കലും ഞങ്ങൾ ആകസ്മികമായിട്ട് ഇങ്ങനെ അസോസിയേഷൻ 25-ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. എന്തായാലും ഗംഭീരമായിട്ട് ഈ വർഷത്തെ വാർഷികം ആഘോഷിക്കണം. ഇതിനുള്ള തുടർന്നുള്ള ആഘോഷങ്ങൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളായി മാറ്റണമെന്ന് ഇതിൻ്റെ സെക്രട്ടറി നമ്മുടെ രമേശ് ചേട്ടൻ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, രമേശ് ചേട്ടാ നമുക്കൊരു ഒരു പുതുമയായ രീതിയിലേക്ക് നമുക്ക് മാറ്റണം. ഈ സ്ഥിരമായൊരു സ്റ്റേജ് പ്രോഗ്രാം അല്ല, കുറച്ച് നമ്മുടെ പഴയ ആളുകളെല്ലാം ഈ അസോസിയേഷൻ തുടങ്ങിയുള്ള നമ്മൾ രൂപീകരിച്ച ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമ്മുടെ ആളുകളിലെ ഈ പുതിയ ആളുകൾക്കും ഒന്ന് മനസ്സിലേക്ക് വരുത്താനുള്ള ഒരു മാർഗം ഒരു സ്കിറ്റ് രൂപേണ നമുക്ക് അവതരിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, അതിനൊരു ഘടന ഉണ്ടാക്കുകയും അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു സ്കിറ്റും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തുന്നത്. അതായത് ആ ചരിത്രം, തുടക്കം എങ്ങനെയാണ് അസോസിയേഷൻ തുടക്കം 2000-ൽ എല്ലാവരും കൂടി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൂടി അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഇത് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നമ്മളുണ്ടാക്കി അതെല്ലാവരും കൂടി ഒരുമിച്ച് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പഴയ ഒരാളെന്നുള്ളതിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിരുന്നു അത് പറഞ്ഞു കൊടുക്കാൻ. ഇന്ന പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് ഓർമ്മയിൽ വന്നപ്പോൾ ഒരു സന്തോഷം. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതിൽ പങ്കാളിയായതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു കൗൺസിലർ എന്ന നിലയിൽ നമ്മുടെ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ മറ്റ് അസോസിയേഷനുമായിട്ട് സാറിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ?
കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ അസോസിയേഷനിൽ കാണില്ല. കാരണം നമ്മൾ ഒരു കൗൺസിലർ എന്ന രീതിയിലല്ല ഞാൻ നമ്മുടെ സൗഭാഗ്യ ഫാമിലി അസോസിയേഷനായിട്ട് ഞാൻ സഹകരിച്ചു പോകുന്നത്. ഇപ്പോൾ മറ്റുള്ള അസോസിയേഷനിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. കാരണം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കൗൺസിലർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തു. നമ്മളെ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മുനിസിപ്പാലിറ്റികൾ കവർ ചെയ്തെടുക്കുന്ന ഒരു ഫാമിലി അസോസിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കൗൺസിലേഴ്സ് വരുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കൗൺസിലർ എന്ന രീതിയിലല്ല ഞാൻ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നത്. അതിലൊരു കുടുംബാംഗം, അതിലെന്തുണ്ടെങ്കിലും അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്താവശ്യപ്പെട്ടാലും അവരുടെ കൂടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അസോസിയേഷൻ്റെ പ്രവർത്തനം ഇപ്പം ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ വാർഡിൽ ഈ ഒരാളെ സഹായിക്കണം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിൻ്റെ ചികിത്സാ സഹായം വേണ്ടതിൽ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ സെക്രട്ടറി ഞാൻ അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തു, അതിൻ്റെ ഒരു ഭാരവാഹിത്വം ഏറ്റെടുത്തു. എന്നിട്ട് അത് നമുക്ക് വളരെ വിജയപ്രദമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ പറയുന്ന വാർഡിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, അതായത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും പരിസര ശുചീകരണമാണെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മുടെ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലല്ല ഞാൻ വരുന്നത്, ആ കൂട്ടായ്മ ഇന്നും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു 25 വർഷമായിട്ടും വളരെ ഭംഗിയായിട്ട് കൃത്യമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നന്ദി ചേട്ടാ. ക്യാമറമാൻ രഗേഷിനോടൊപ്പം അരുണ. വളരെയധികം നന്ദി അരുണ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്താ ബുള്ളറ്റിൻ തുടരും. Doc and Meds. We provide you the services of doctors like general physician, pediatrician, gynecologist, ortho, etc. 24-hour pharmacy and doctor-led laboratory. Home and video consultation are available. Doorstep physiotherapy and free home delivery of medicines. Doc and Meds Medical Clinic, Kusat Metro Station, Kalamassery. നാട്ടിലെ കാലാവസ്ഥയ്ക്ക് സാധാരണ പെയിന്റുകൾ പോരാ. വോൾമാക്സ് വെതർ ഗാർഡ് എക്സ്റ്റീരിയർ എമൽഷൻ തന്നെ വേണം. തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. ഇനി തുരുമ്പ് പിടിക്കില്ല വോൾമാക്സ് എപ്പോക്സി. നമുക്ക് വീണ്ടും അരുണയിലേക്ക് മടങ്ങിയെത്താം. അരുണ ഇപ്പോൾ എവിടെയാണ്? അനൂപ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബിനിത്തിൻ്റെയും അനുജയുടെയും വീട്ടിലാണ്. വിനീത്, അനുജ, പരിപാടികളൊക്കെ ഗംഭീരമായിരുന്നു, പാട്ടൊക്കെ സൂപ്പറായിരുന്നു. അനുജയുടെ തിരുവാതിര, പിന്നെ മോള് കഥക്കിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, സൂപ്പറായിരുന്നു പരിപാടിയൊക്കെ. അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുന്നത്? തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ സൗഭാഗ്യയിലെ പരിപാടികളിലേക്ക് വരുന്നത്. അത് വേണമെന്ന് വെച്ചുണ്ടാക്കിയ ഒരു ഇടവേളയല്ല. സൗഭാഗ്യയുടെ തുടക്കം ഫസ്റ്റ് ഇയർ 2000-ലായിരിക്കണം. അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമിലെല്ലാം അന്ന് ഞങ്ങളൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയമായിരിക്കും. അന്നെല്ലാം ഇതുപോലെ പാട്ടുകളും കലാപരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പല പല തിരക്കുകളും യാത്രകളും എല്ലാം കാരണം മിസ്സായിപ്പോയി. പക്ഷേ അതിൽ ഇപ്പോൾ വളരെയധികം ദുഃഖിക്കുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സക്സസ്, ഇതിൻ്റെ ഒരു മനോഹാരിത കാണുമ്പോഴാണ് നമ്മൾ ഇത്രയും നാൾ എന്താണ് നഷ്ടപ്പെട്ടത് എന്നുകൂടെ തിരിച്ചറിയുന്നത്. പക്ഷേ ഒരു വളരെ മനോഹരമായ അനുഭവമായിരുന്നു ഇത്തവണത്തെ നമ്മുടെ വാർഷിക പരിപാടികൾ എന്ന് പറയാതെ വയ്യ. ഇനി തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാമല്ലോ? ഉറപ്പായിട്ടും ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ഈ വർഷത്തെ പ്രോഗ്രാം. ഇനി തുടർന്നുള്ള വർഷവും ഇതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തവണ നേരത്തെ അരുണ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും കുഞ്ഞു മോൻ മാത്രമേ ഒരു സ്പെസിഫിക് ഇവൻറ്റിൽ ഉണ്ടാവാതിരുന്നുള്ളൂ. അവനെയും കൂടെ അടുത്ത തവണ നമ്മൾ പിടിച്ചിടുന്നതായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. പാട്ടൊക്കെ നല്ല സൂപ്പറായിരുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഒരു വരി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവും. പാട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോഴായിരുന്നു ചെറുതായിട്ടൊന്ന് പൊടി തട്ടിയെടുത്തത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം.
ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. സൂപ്പർ, നന്നായിട്ട്. താങ്ക് യു അനുജ, വിനീത്. വളരെയധികം നന്ദി അരുണ. നമുക്ക് ജിജീഷിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ജിജീഷ്, ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ഞാനിപ്പോൾ നമ്മുടെ സൗഭാഗ്യ ഫാമിലി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ശ്രീ രാമചന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണുള്ളത്. നമ്മളിപ്പോൾ സാർ ഇവിടെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് സാറായിട്ട് വന്ന് സംസാരിക്കാം. സാർ, ഇപ്രാവശ്യം നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടി വളരെ വിജയമായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ പ്രവർത്തനം എന്ന് പറയുന്നാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 5-8 വർഷമായുള്ളൂ. ഞാനൊരു നിമിത്തം എന്നുള്ള രീതിയിലാണ് എന്നെ ഇവിടെ പ്രസിഡൻറ്റും കാര്യങ്ങളൊക്കെ ആക്കിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രാമൊക്കെയാണ് ഇത്തവണ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത പോലെ ഉള്ള പ്രോഗ്രാം നമ്മൾ 2000 മുതൽക്ക് തുടങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് മുതൽക്കുള്ള ഈ പ്രോഗ്രാം ഇവർ ചെയ്ത് ഇത്രയും പെട്ടെന്ന് ആ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി നല്ല രീതിയിൽ കമ്മിറ്റിയിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും കൂടി നല്ല രീതിയിൽ ആ പ്രോഗ്രാം അവതരിപ്പിച്ചെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും കൈയടിച്ചു. മാത്രമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇങ്ങനെയൊരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ. ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല ഇവർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇവർ മീറ്റിങ്ങിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ നല്ല രീതിയിൽ ഇവർ കൊണ്ടുവരും എന്നുള്ളതൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. തുടർന്നും ഇതുപോലെയുള്ള നല്ല പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നല്ലവരായ അസോസിയേഷനിലുള്ള പ്രവർത്തകരും അതിനോടനുബന്ധിച്ചുള്ള എല്ലാവരും കമ്മിറ്റി മെമ്പേഴ്സും അല്ലാത്തവരും നമ്മളെല്ലാവരും യോജിച്ച് ഒരു ഫാമിലി അസോസിയേഷൻ എന്നാണ് നമ്മളിതിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ശരിക്കും ആ രീതിയിൽ തന്നെ നിലനിർത്തി നമ്മൾ കൊണ്ടുപോയാൽ നമ്മളുടെ ഈ ചുറ്റുപാടുമുള്ളവർ തന്നെ അവരെടുത്ത് പറയണം നമ്മുടെ ഫാമിലി അസോസിയേഷൻ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ തുടർന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം ചെയ്യണം. അതിന് എല്ലാവരും സഹകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അഭിപ്രായം പറയുന്നതിന് വളരെയധികം നന്ദിയുണ്ട് സാറേ. വളരെയധികം നന്ദി ജിജീഷ്. ഈ വൈകിയ വേളയിലും അരുണ സൗഭാഗ്യ നഗറിൽ തന്നെ തുടരുകയാണ്. അരുണ, നേരം ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എവിടെയാണ്? നമസ്കാരം. പൊന്നോണം ലെയിനിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ അസോസിയേഷനിലെ പുതിയ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്. നിങ്ങളെന്നും നടക്കാറുണ്ടോ ഇങ്ങനെ? ഞങ്ങൾ എന്നും വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്. ആണോ? നമ്മുടെ അസോസിയേഷൻ്റെ ആനുവൽ ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രം പരിപാടിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. നമ്മൾ വിചാരിച്ചേക്കാളും നന്നായി ഉണ്ടായിരുന്നു. ആ ഒരു ഫുൾ 25 ഇയേഴ്സിൻ്റെ ഇത് കാണിച്ചതും അതൊക്കെ ഒരു വലിയൊരു, ഞങ്ങളെപ്പോലെ പുതിയ ആൾക്കാർക്ക് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിയാതെ ഞങ്ങൾക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഊഴം കാണാൻ പറ്റി. പിന്നെ പരിപാടികളൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പരിപാടികളൊക്കെ പങ്കെടുത്തായിരുന്നു? ഞങ്ങളുണ്ടായിരുന്നു. നമ്മൾ തിരുവാതിര കളിക്കുണ്ടായിരുന്നു. അത് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വൈകുന്നേരം 8:30 ആകുമ്പോൾ എല്ലാവരും കൂടെ കൂടുക, കുറച്ച് ബഹളം വയ്ക്കുക, ഒരു പ്രാക്ടീസ് 2 തവണേ ചെയ്യുള്ളൂ. പക്ഷേ വർത്താനമായിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുക. അതൊരു ഇത് ഇപ്പം ഞങ്ങളത് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം കൊണ്ട് കുറേ വീട്ടുകാരെ ഞങ്ങൾ പരിചയപ്പെട്ടു. അതുവരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കേ പരസ്പരം അറിയുള്ളൂ. ആ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസ് കുറച്ച് ദിവസങ്ങളെ ഉണ്ടായുള്ളൂ എങ്കിലും കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. ഈവൻ എൻ്റെ പിള്ളേർക്കാണെങ്കിൽ പോലും പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പോൾ ഈ മതിൽ ചാടിയ ഗ്രൗണ്ടിൽ കളിക്കലൊക്കെയാണ് അവരുടെ പണി. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. കാരണം അവർക്കും ഇപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയതും ഞങ്ങൾക്കൊരു ഈ പരിപാടിയിലൂടെയാണ് ഞങ്ങൾക്കും അത് പറ്റിയത്. അതൊക്കെ വലിയ താങ്ക്സ്. ഓക്കെ. അപ്പോൾ ഇതിന് മുന്നേ അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നോ?
ഇതിന് മുന്നേ നിങ്ങൾ ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടുത്തെ അസോസിയേഷനിൽ ഇതേപോലെ ഓണം പരിപാടികൾ, ക്രിസ്മസ് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വീടായിട്ട് ഇവിടെ സെറ്റിലായിട്ട് ആദ്യമായിട്ടാണ് ഇൻവോൾവ് ആവണ ഒരെണ്ണത്തിൽ. ഞങ്ങളും 1 വർഷമായിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. അതിന് മുന്നേ ഫ്ലാറ്റിലായിരുന്നു. അവിടെ അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്നു. അതേമാതിരി പരിപാടികൾ നടത്തുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ഇയർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? അടുത്ത ഓണവും ഞങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു. നന്ദി അരുണ. സൗഭാഗ്യയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും സഹായവും ആവശ്യമുണ്ട്. സാംസ്കാരികമായും കലാപരമായും അന്യം നിന്നു പോകുന്ന വരും തലമുറയെ രക്ഷിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്വാർത്ഥമായ പരിശ്രമം ആവശ്യമാണ്. സൗഭാഗ്യ കുടുംബങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത തവണ കാണുന്നതുവരെ ഗുഡ് ബൈ.